കശുവണ്ടി അഴിമതി കേസിൽ സർക്കാരിന് നേരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഇതെന്താ പ്രതിയാണോ ഈ വകുപ്പ് ഇപ്പോൾ വകുപ്പ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ആദ്യ അനുമതിക്ക് തന്നെ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു വിമർശനം കൂടെ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവുന്നത്? അല്ല, ഈ കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതിക്ക്, ഈ അഴിമതി ആരോപണത്തിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. ഉം. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരാരോപണമാണ്. അന്ന് ഈ ആരോപണം വന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊന്നും നടന്നില്ല. പിന്നീട് പിണറായി വിജയൻ്റെ സർക്കാർ വന്നു. പിണറായി വിജയൻ്റെ സർക്കാരും പിന്നീട് അച്യുതാനന്ദൻ്റെ സർക്കാർ വന്നു. ആൻ്റണിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഇത് വന്നതാണ്. ഒരുപാട് പഴക്കമുണ്ട് ഈ ആരോപണത്തിന്. അതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ കശുവണ്ടി എന്ന് പറഞ്ഞതൊരു ഇൻഡസ്ട്രി ആണോ ട്രേഡാണോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം കൃത്യമായിട്ട് വന്നിട്ടില്ല. ഇത് പലപ്പോഴും ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് കൂട്ടുന്നത്. കശുവണ്ടി വ്യവസായം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു കച്ചവട പരിപാടിയാണ്. അപ്പോൾ കച്ചവട പരിപാടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതാത് കാലത്തുണ്ടാകുന്ന മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ആരോപണവും വരാറുണ്ട്. പക്ഷേ ഈ ആരോപണം വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ INTUC നേതാവ് ചെയർമാനായിരുന്ന കാലത്താണ് വന്നതൊക്കെ. ഇതിന് മുൻപുള്ള ചെയർമാന്മാരുടെ കാലത്തും കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് വെച്ചാൽ, കശുവണ്ടി വികസിക്കുന്നില്ലെങ്കിലും അതിനിരിക്കുന്ന ചെയർമാന്മാരും ബാക്കിയുള്ളവരൊക്കെയാണ് വികസിക്കാറുള്ളതെന്ന് പൊതുവെ അതിനെക്കുറിച്ച് പറയാറുമുണ്ട്. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ട്രേഡാണ്. അതിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇവിടെ മാറ്റം ഭരിക്കേണ്ടി വരും. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഈ കൃത്യമായി പുസ്തകത്തിൽ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ ചെയർമാന്മാരൊക്കെ പറയുന്നൊരു കാര്യം. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു. ആ അഴിമതി ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴമ്പുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇവർക്ക് ഈ അഴിമതി ആരോപണം അന്വേഷിക്കുന്നതിന് വേണ്ടി വിജിലൻസിന് കൊടുത്തു. അപ്പോൾ വിജിലൻസിന് ഗവൺമെൻറ് അനുവാദം കൊടുത്തില്ല. ഗവൺമെൻറ്റിൽ അനുവാദം കിട്ടാത്ത സമയത്ത് കടകംപള്ളി മാനേജ് ചെയ്ത് കോടതിയിൽ പോയി. ആദ്യം ഗവൺമെൻറ്റിനെ സമീപിച്ച് കൊടുത്തില്ല. പിന്നീട് കോടതി അതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കോടതി ഇത് കൊടുക്കാൻ പറഞ്ഞു. കോടതി അനുവാദം കൊടുക്കാൻ പറഞ്ഞിട്ടും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അന്ന് മുഹമ്മദ് അനീഷായിരുന്നു അതിൻ്റെ സെക്രട്ടറി. അനീഷ് അത് കൊടുത്തില്ല. അനീഷ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അനീഷിന് നിന്നത് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ഉള്ള താല്പര്യത്തിൻ്റെ പേരിലല്ല. അനീഷ് കൊടുക്കാതിരുന്നു വെച്ചാൽ അന്നത്തെ ഗവൺമെൻറ്റിന് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അനീഷിനെതിരെ കോടതി അലക്ഷ്യ കേസ് വന്നു. ഈ കോടതി അലക്ഷ്യ കേസിനൊരു പ്രത്യേകതയുണ്ട്. കോടതി അലക്ഷ്യ കേസ് ഒരിക്കലും ഉദ്യോഗസ്ഥൻ്റെ പദവിക്കനുസരിച്ചല്ല പേഴ്സണാണ് വരിക, വ്യക്തിപരമാണ്. ഇപ്പോൾ കെ ബിജു IAS എതിരെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ, അത് കെ ബിജു IAS എന്ന സെക്രട്ടറിക്കെതിരെ അല്ല ഇത് വരിക. ആ ആരോപണം നേരിടേണ്ടത് കെ ബിജു എന്ന് പറയുന്ന ആളാണ്, വ്യക്തിയാണ് അവിടെ പ്രശ്നം. അതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ നിയമവും ചട്ടവും അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമാണ് ബാധ്യസ്ഥരായിട്ടുള്ളത്. ആ നിയമവും ചട്ടവും അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടൂ. നിയമവും ചട്ടവും ലംഘിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് നിയമത്തിൻ്റെ പരിരക്ഷ ഇല്ലാതുകൊണ്ട് അയാൾ വ്യക്തിപരമായിട്ടാണ് ഇത് വയലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടാണ് അനീഷ് അത് ചെയ്തതെങ്കിലും കോടതി ചെല്ലുമ്പോൾ അനീഷ് വ്യക്തിപരമായിട്ട് നിയമം ലംഘിച്ചു എന്നേ വരുള്ളൂ. അതുകൊണ്ടാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുന്നത്. ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഹാജരായിട്ട് നിരുപാധികം മാപ്പ് പറഞ്ഞ് ഞാൻ ഓർഡർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഓർഡർ ആണെങ്കിൽ മനുഷ്യർ ലോകത്ത് ഇന്നുവരെ അങ്ങനെ ഒരു ഓർഡറും ആരും ഇറക്കിയിട്ടില്ല. കാരണം പ്രതിക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടുള്ളൊരു ഓർഡർ എന്ന് മാത്രമല്ല, പ്രതി നിർബന്ധമായിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണമെന്നും കൂടി പറഞ്ഞ് ഉപദേശവും കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ്. കോടതി അത് രൂക്ഷമായിട്ട് വിമർശിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വേറെ ഉത്തരവ് നൽകുമെന്ന് പറഞ്ഞു. ആ വേറെ ഉത്തരവ് കൊടുത്ത സെക്രട്ടറിയാണ് കെ ബിജു IAS.
കെ ബിജു ആണെങ്കിൽ നമ്മുടെ മുൻ സെക്രട്ടറി, മുൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ഒരു പശ്ചാത്തലമുള്ളത്, അദ്ദേഹം എഴുത്താണി കൃഷ്ണൻകുട്ടി എന്ന പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം എഴുത്താണി എന്ന പേരിൽ ഒരു ചെറിയൊരു സാംസ്കാരിക പ്രസിദ്ധീകരണം നടത്തിയിരുന്നു. അദ്ദേഹം പാലക്കാട് ചിറ്റൂരാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചിറ്റൂർ കോളേജിൽ ജോലി ചെയ്യുന്ന കാലത്ത് അന്ന് അദ്ദേഹം MLA ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷമാണ് അദ്ദേഹം MLA ആയതും പിന്നീട് മന്ത്രിയായൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് കെ ബിജു. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കെ ബിജു ഈ ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്തതുകൊണ്ട്, പിണറായി ഗവൺമെൻറ്റിന് താല്പര്യമില്ലാതിരുന്നത് പോലെ തന്നെ സതീശൻ ഗവൺമെൻറ്റിനും താല്പര്യമില്ല. സതീശൻ ഗവൺമെൻറ്റിനും താല്പര്യമില്ലാത്തതുകൊണ്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ആർക്കും വേണ്ടാത്ത വിധത്തിൽ, ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ ഒരു ഉത്തരവിറക്കിയത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കണ്ടംപ്റ്റ് വന്നിരിക്കുന്നത്. ആ ഉത്തരവ് പ്രതിക്ക് വേണ്ടി ഇറക്കിയതാണോ എന്ന് കോടതി ചോദിച്ചേക്കാണ്. അഥവാ പ്രതിയാണോ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നിട്ട് ഈ ഉത്തരവൊക്കെ ഇറക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അത് വളരെ രൂക്ഷമായൊരു വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവർ കൊടുത്തിരിക്കുന്ന ആ ഉത്തരവ് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിമർശനം വന്നതിലൊരു അസാംഗത്യം ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ വരാവുന്ന തരത്തിലാണ് അത് എഴുതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും കൊടുക്കേണ്ട, അത് അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഈ പ്രതിയേക്ക്, ഞാൻ ചോദിക്കട്ടെ, ഇവർ ഉപദേശിച്ചില്ലെങ്കിലും പ്രതിക്ക് അപ്പീൽ പോകാമല്ലോ, പ്രതിക്ക് അപ്പീൽ പോകാം. പിന്നെ എന്തിനാണ് ഈ അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവിൽ ഇവർക്ക് അപ്പീൽ പോകാവുന്നതാണെന്ന് എഴുതേണ്ട ഒരു കാര്യമില്ലല്ലോ. പ്രതി അപ്പീൽ പോകുന്നതും പോകാതിരിക്കുന്നതും പ്രതിയുടെ ഇഷ്ടമല്ലേ. അതിന് ഗവൺമെൻറ്റിന് എന്താ കാര്യം? ഗവൺമെൻറ് എന്തിന് പ്രതിക്ക് വേണ്ടി നിൽക്കുന്നു എന്നാണ് ചോദ്യം. അത് ഗവൺമെൻറ് എന്തിന് പ്രതിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരും. ജനങ്ങളോടും മറുപടി പറയേണ്ടി വരും. ജനങ്ങളോട് അതിന് മറുപടി പറയാൻ സതീശൻ ബാധ്യസ്ഥനുമാണ്, മുഖ്യമന്ത്രിയാണ് മറുപടി പറയണം. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ് ഈ സാങ്ഷൻ കൊടുക്കുന്നത്. ആ സാങ്ഷൻ കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. GAD നാട്ടിലാണ് ആ ഉത്തരവ് പോകേണ്ടതെന്ന് തോന്നുന്നു. ആ ഉത്തരവ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്നായിരിക്കണം പോകേണ്ടത്. കശുവണ്ടി ട്രേഡിൻ്റെ വകുപ്പിൽ നിന്ന്, ഏത് വകുപ്പിൽ നിന്നാണ് പോകുന്നതെങ്കിലും അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും കോടതിക്കൊരു ഉത്തരവ് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ കൊടുക്കണം. അല്ലാതെ തോന്നിയ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. അത് കോടതിയെ അവഹേളിക്കുന്ന തരത്തിലാണെന്ന് തോന്നിയപ്പോഴാണ് കോടതി പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥന് ഇത്തരം പദവികളിൽ വച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള കാര്യം ആലോചിക്കാൻ പറഞ്ഞത്. അതൊരു IAS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണത്. കാരണം അയാളെ ഇത്തരം പദവികളിൽ വെച്ചുകൊണ്ടിരിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാനാണ് പറയുന്നത് കോടതി. അത് വലിയ അപകടം പിടിച്ചതാണ്. ഇനിയിപ്പോൾ അത് മാറ്റപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദറായിട്ടുള്ള പ്രൊമോഷൻസൊക്കെ വരുമ്പോൾ ഇതൊരു തടസ്സമായിട്ട് വരാം. കാരണം ഒരു പദവിയിലിരിക്കാൻ അയോഗ്യനാണ് എന്ന് കോടതി പറഞ്ഞ ഒരാൾക്ക് നിങ്ങൾ എങ്ങനെ പ്രൊമോഷൻ കൊടുക്കുമെന്നൊരു ചോദ്യം വരില്ലേ? ഇയാൾക്ക് ഒരു നടപടി എടുക്കാൻ കോടതി പറഞ്ഞാൽ ആ നടപടി എടുക്കേണ്ടി വരില്ലേ? അപ്പോൾ ആ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഈ പ്രശ്നം വരില്ലേ? അല്ല, ഉദ്യോഗസ്ഥന് ഈ പ്രശ്നം വരില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖത്ത് ഏറ്റ ഒരു അടിയാണ്. അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയുമാണ്. കാരണം മുഖ്യമന്ത്രിയാണ് ഇതിന് മാന്യമായിട്ടൊരു ഉത്തരവിറക്കാൻ പറയേണ്ടത്. മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല. അതിന് മുഖ്യമന്ത്രി പറയണത് നിങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് നിങ്ങൾ ചെയ്തില്ല നേരെ ചൊവ്വ എന്നാണ് കോടതി പറഞ്ഞത്. അതാണ് ഉത്തരം. മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ടും ഞാൻ ഇത് പറഞ്ഞില്ല എന്നാണ്. അതെ, അത് പറഞ്ഞു. നിങ്ങളുടെ പാർട്ടിക്കാരനായതുകൊണ്ടാണ് ഈ രീതിയിൽ കോടതിയെയും നിയമ സംവിധാനത്തെയും അവഹേളിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഉത്തരവിറക്കുമ്പോൾ കോടതി പറഞ്ഞിട്ട് ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ഒരു ഉത്തരവിറക്കുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ കൊടുക്കണം. കാരണം ആ സെക്രട്ടറി അവിടെ പോയി നിന്ന് നിരുപാധികം മാപ്പ് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ സെക്രട്ടറി വെള്ളിയാഴ്ച അവിടെ പോയി നിൽക്കണം. അപ്പോൾ സെക്രട്ടറിമാർക്ക് ഇത് താങ്ങാവുന്നതിനപ്പുറത്തേക്കാണ് പോകുന്നത്. കാരണം അവരുടെ കുഴപ്പം കൊണ്ടല്ല. പക്ഷേ അവരുടെ കുഴപ്പം എവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്രി പറഞ്ഞാലും നിയമാനുസൃതമല്ലാത്ത ഒരു ഉത്തരവിറക്കാൻ ഒരു IAS ഉദ്യോഗസ്ഥനും ബാധ്യസ്ഥനല്ല.
IAS ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായ സംരക്ഷണമുണ്ട്, ഇമ്മ്യൂണിറ്റിയുണ്ട്. മന്ത്രി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉത്തരവ് ഇറക്കാൻ പറ്റില്ല, കാരണം അത് നിയമവിരുദ്ധമായിരിക്കും എന്ന് പറഞ്ഞ് മന്ത്രിക്ക് ഫയൽ തിരിച്ചു കൊടുക്കണം, റിവ്യൂ ചെയ്തിട്ട് തന്നെ ഒന്ന് പറയണം. എന്നിട്ടും ഇത് ഓവർ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനല്ല മന്ത്രിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മന്ത്രി രാജിവെക്കേണ്ടി വരും. ആ മന്ത്രി ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ചെറിയ കാര്യമല്ല ഇത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാം മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, ഒക്കെ മുഖ്യമന്ത്രിയുടെ വകുപ്പിലാണ് പുള്ളി ഇരിക്കുന്നത്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് പറയാനും പറ്റില്ല. ഇതിപ്പോൾ അങ്ങേർക്ക് ഓൺ ചെയ്തേ പറ്റൂ. മുഖ്യമന്ത്രിയാണ് പറയണമെങ്കിലും മുഖ്യമന്ത്രിയോട് പറയണം, നിയമം ഇത് സമ്മതിക്കുന്നില്ല, നിയമം സമ്മതിക്കാത്തൊരു കാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് പറയണം. അങ്ങനെ അത് പറയുന്നതിനാണ് ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതും അതിനാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഭരണഘടന ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നതും. അത് പറഞ്ഞില്ല എന്നുള്ള കുറ്റം ബിജുവിൻ്റെ പേരിൽ വരും. പക്ഷേ ബിജു മുഖ്യമന്ത്രി പറഞ്ഞതാണ് ചെയ്തേക്കണേ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കോടതിയിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ബിജു പറയണം, ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്തതല്ല, മുഖ്യമന്ത്രി അത് പറഞ്ഞാലും രക്ഷ കിട്ടില്ല. കാരണം മുഖ്യമന്ത്രി പറഞ്ഞാലും നിങ്ങൾ നിയമം അനുസരിക്കാനേ പാടുള്ളൂ എന്നുള്ളത് വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരു ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിലേ വന്നു എന്നുള്ളത് അത്ര സുഖകരമായൊരു കാര്യമല്ല. കോടതിയുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് തന്നെ ഗവൺമെൻറ് തയ്യാറാകുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഏറ്റവും കൗതുകരവും നിങ്ങൾക്ക് താല്പര്യമുള്ളതുമായ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ കാണുന്നുമുണ്ട്. പക്ഷേ ചിലരൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഒന്ന് ചെയ്തേക്കണേ.